ഭിന്നശേഷിക്കാർക്കായി കായംകുളം നഗരസഭയുടെ കൈത്താങ്ങ്. നഗരസഭ അതിർത്തിയിലെ 14ഓളം ഭിന്നശേഷിക്കാർക്കായുള്ള മുച്ചക്ര വാഹനങ്ങളുടെ വിതരണം നടന്നു. കായംകുളം നഗരസഭ 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗരസഭ അതിർത്തിയിലെ 14ഓളം ഭിന്നശേഷിക്കാർക്കായുള്ള മുച്ചക്ര വാഹന വിതരണം നടത്തിയത്. നഗരസഭാ അങ്കണത്തിൽ നടന്ന യോഗം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശിന്റെ അധ്യക്ഷതയിൽ ചെയർപേഴ്സൺ പി ശശികല ഉദ്ഘാടനം ചെയ്തു. 2022-23 വർഷത്തെ ഭിന്നശേഷിക്കാർക്കുള്ള മുച്ചക്രവാഹന വിതരണം. മുച്ചക്രവാഹന വിതരണമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, പദ്ധതികളൊക്കെ വയ്ക്കുമ്പോൾ തന്നെ ഈ പദ്ധതികളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൗൺസിലർമാരിൽ കൂടിയാണ്. കായംകുളം ജോയിന്റ് RTO TP പ്രദീപ് കുമാർ റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചും വാഹനം ഓടിക്കേണ്ട രീതികളെക്കുറിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തി. മുച്ചക്ര വാഹനമല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ അഡാപ്റ്റഡ് വെഹിക്കിൾ അല്ലെങ്കിൽ ഇൻവാലിഡ് കാരിയേജ് മോട്ടോർ സൈക്കിൾ എന്ന് പറയും. അപ്പോൾ ആ തരത്തിലുള്ള വാഹനമാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിസബിലിറ്റി, നിങ്ങളുടെ ആ ബുദ്ധിമുട്ടിനെ മറികടക്കാൻ ആവശ്യമായ രീതിയിലുള്ള സംവിധാനമാണ് ഈ വാഹനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഈ വാഹനം കൈകാര്യം ചെയ്യുന്ന ആ രജിസ്റ്റേർഡ് ഓണർ, നമ്മുടെ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞ ആൾ ഈ പറഞ്ഞ ഭിന്നശേഷി ആളായിരിക്കും. അപ്പോൾ ആ ആളുടെ വൈകല്യത്തിനനുസൃതമായ രീതിയിലാണ് ഈ വാഹനം ഉണ്ടാക്കിയിരിക്കുന്നത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കേശുനാഥ്, വിവിധ കമ്മിറ്റി ചെയർമാൻമാരായ മായാദേവി, ഫർസാന ഹബീബ്, PS സുൽഫിക്കർ, ഷാമില അനിമോൻ, LDF പാർലമെന്ററി പാർട്ടി ലീഡർ ഹരിലാൽ, കൗൺസിലർമാരായ റജി മാവനാൽ, R ബിജു, ഗംഗാദേവി, അഖിൽകുമാർ, സുകുമാരി, ബിജു നസറുള്ള, ഷെമിമോൾ, ബിനു അശോകൻ, ഷീബ ഷാനവാസ്, ICDS സൂപ്പർവൈസർ മോനി ഫിലിപ്പ്, നഗരസഭാ ഉദ്യോഗസ്ഥർ, മറ്റു ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.